നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ അങ്കിളിന് എന്നെ നമ്മളെ കൊണ്ടുപോകണമെന്ന് എന്താ നിർബന്ധം? അതാ പറഞ്ഞത്, ആ അങ്കിൾ നമ്മളെ പിടിച്ചോണ്ട് പോവാൻ നോക്കുമായിരുന്നെന്ന്. ശരിയായിരിക്കും എന്നല്ല, ആണ്. പക്ഷെ ആർട്ടിസ്റ്റ് അങ്കിളുടെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞത് കാലിന് വയ്യാത്ത അങ്കിളല്ലേ? ആങ്കിള് കള്ളനാണെങ്കിൽ ആങ്കിള് പറഞ്ഞ നുണയാണെങ്കിലോ? ആങ്കിളിന് ആർട്ടിസ്റ്റ് അങ്കിളിനെ അറിയില്ലെങ്കിൽ എങ്ങനെയാ വീട് എവിടെയാണെന്ന് അറിയുന്നത്? എന്നെയും കൂടെ പേടിപ്പിക്കാതെ നീ ഒന്ന് വാ പപ്പി. അങ്കിളെ. എന്താ മോളെ? ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീട് അറിയോ? ആർട്ടിസ്റ്റ് അങ്കിളോ? അതാരാ? ഈ പടമൊക്കെ വരയ്ക്കുന്നേ. പടം വരയ്ക്കുന്നയോ? പോലീസുകാർക്കൊക്കെ പടം വരച്ചു കൊടുക്കുന്ന ആളാ. ഓ, അതാണോ നമ്മുടെ വിജയമോഹൻ? അറിയോ അങ്കിളെ? പോലീസുകാരുമായിട്ടൊക്കെ ബന്ധമുള്ള ആളല്ലേ. അത്തരക്കാരൊക്കെ ഇവിടെ കുറവാ. ഇവിടെ എല്ലാവർക്കും വിജയമോഹനെ അറിയാം. എവിടെ അങ്കിളെ അങ്കിളിന്റെ വീട്? അതിവിടെ നല്ല ദൂരമുണ്ട് മോളെ. 10-12 കിലോമീറ്റർ വരും. ഏത് വഴി അങ്കിളെ അങ്ങോട്ട് പോകുന്നത്? ഇതുവഴി നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിയണം. അതുവഴി ആ വഴി അങ്ങോട്ട് വീടുകളൊന്നുമില്ല. അത് ചെന്ന് നിൽക്കുന്ന ഒരു ഹൗസിംഗ് കോളനിയില്ല. അതിനുള്ളിലാ വിജയമോഹന്റെ വീട്. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. വാ പപ്പി. അല്ല, നിങ്ങൾ എങ്ങനെയാ പോകുന്നേ? ഞങ്ങൾ പോയിക്കോളാം അങ്കിളെ. വാ പപ്പി. ഇത്രയും ദൂരം നടക്കാനാണോ സത്യെ? ആങ്കിളിനോട് പറഞ്ഞാൽ ചിലപ്പോ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ പിന്നെ പ്രശ്നമാവും പപ്പി. നമുക്ക് ആരുടെ ഹെൽപ്പ് ഒന്നും വേണ്ട. എന്ത് പ്രശ്നമാവുന്ന്? അവര് നമ്മളോട് അടുപ്പം കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും, എന്നിട്ട് വീട്ടിൽ അറിയിക്കും. അയ്യോ, എന്നാ വേണ്ട. എന്റെ കാല് വേദനിക്കുന്നു സത്യെ. കുറച്ചു നേരം ഇവിടെ ഇരിക്കാം, അത് കഴിഞ്ഞ് പോവാം. വിശക്കുന്നു സത്യെ, നമുക്ക് സ്നാക്സ് കഴിച്ചിട്ട് പോവാം. ശരി. കഴിക്ക്. ഇനിയും കുറെ നടക്കാനുണ്ട് സത്യെ. കുറച്ചു നേരം ആവില്ലേ? എന്നിട്ട് തിരിച്ചു പോണ്ടേ? അപ്പോഴത്തേക്ക് സ്കൂളിന്റെ സമയം കഴിയില്ലേ? നമുക്ക് തിരിച്ചു പോയാലോ സത്യെ? നമുക്ക് പപ്പിയുടെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം. ഇത് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസാ. തിരിച്ചു പോകാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.